നദീഷ്, ശ്രീ തങ്കപ്പൻ, മരിക്കാരമാരിയാമന്ദനം, ശ്രീ എൻ്റെ പഴയ സുഹൃത്തുക്കളായ കേന്ദ്ര കബീർ മാഷ്, ആസ്മാഷ്, ഇങ്ങനെയുള്ള രീതിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ സാഹചര്യ ഞാനൊരു നല്ല പ്രസംഗം കുറച്ച് പേർക്ക് വളരെ അടുത്ത സുന്ദരിയായിട്ട് അടുത്ത ബന്ധമുള്ള 2-3 ആളുകൾ ഒരാളാണ്. 67 ഉണ്ടായിരിക്കും കൊടുത്തിട്ടുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞ് KPCC സെക്രട്ടറി, അത് കഴിഞ്ഞ് കോൺഗ്രസ് സ്പ്ലിറ്റ് ആകുമ്പോൾ സംഘടനാ കോൺഗ്രസിൽ നിന്നത് അബ്രഹാം വർഷം ടിയുവാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അന്ന് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിനെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയോ എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു ഷൊർണൂർ, ഇല്ലേ? അത് പറഞ്ഞില്ല. അപ്പൊ അവിടുന്ന് എളിയ നിലയ്ക്ക് നിന്ന് തുടങ്ങി ഇത്രയും വലിയ ഉന്നതിയെത്തിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ ഒരു മാതൃകയാണ് അദ്ദേഹം. ഞങ്ങള് ഇവിടെ സ്റ്റേറ്റിൽ അവിടെയാണ് ഓഫീസ്. ഉച്ചവെയിൽ സ്വാമിയുണ്ട്. ആ സ്വാമിയെ ഞങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കുന്നത് അദ്ദേഹം. അപ്പൊ അന്ന് കുറച്ചുകൂടി ബാലേട്ടൻ, ജീവാലേട്ടൻ, ഇവരൊക്കെ കബീർ മാഷ്, ചന്ദ്രേട്ടൻ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ വന്നാൽ അന്ന് ചായ അത്യാവശ്യം കിട്ടുന്നത് സ്വാമിയാണ് ഏർപ്പാട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അന്ന് അദ്ദേഹം എങ്ങനെയാണ് വെച്ചാൽ അദ്ദേഹം വളരെ വലിയ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് TVT പഴനിവേട്ടൻ അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള ബന്ധവും വലിയ ഇതിലുമാണ്. സാധാരണക്കാരുടെ കൂടെയാണ് ജനിച്ചതെങ്കിലും ഉയർന്ന ജീവിത നിലവാരം പുലർത്തിയ ഒരു വളരെ അപൂർവമായ ആളുകളാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ കൈപിടിച്ചുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അത് സാരമില്ല എന്ന് പറഞ്ഞ് അന്നൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ്. അന്നൊക്കെ നമുക്ക് ആത്മധൈര്യം തന്നത് അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ സാധാരണ പ്രവർത്തകയിൽ നിന്ന് ഇത്രയും ഉയർന്നത് എത്തിയത് നമുക്കൊക്കെ രാഷ്ട്രീയക്കാർക്ക് തന്നെ ഒരു മാതൃകയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുസ്മരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഓർമ്മിക്കുകൊണ്ട് നമസ്കരിക്കുന്നു.